നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള, ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു വെപ്പൺ നിങ്ങളിൽ തന്നെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, യു ഹാവ് ഇറ്റ്. ദറ്റ് ഈസ് കോൾഡ് സെൽഫ് ഡിസിപ്ലിൻ. The ability to control one's feelings and overcome one's weakness. This is a definition of self-discipline. ഒരാളുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാനും വീക്ക്നെസ്സിനെ മറികടക്കാനും ഉള്ളൊരു കഴിവാണ് സെൽഫ് ഡിസിപ്ലിൻ. നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരാളാണോ എന്ന് നിങ്ങൾക്ക് അറിയണോ? സെൽഫ് ഡിസിപ്ലിൻ ആവണമെന്ന്, സെൽഫ് ഡിസിപ്ലിൻ വളർത്തിയെടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ then this video just for you. എന്താണ് ഞാൻ തോറ്റു പോകുന്നത്? എന്താണ് ഞാൻ വിജയിക്കാത്തത്? എൻ്റെ പ്ലാൻസ് ഒന്നും വർക്കൗട്ട് ആവാത്തത് എന്തുകൊണ്ടാണ് ഞാൻ ദിവസവും ഒരു പരാജയമായിട്ട് മാറുന്നത്? നിങ്ങൾ തോറ്റു പോകാനുള്ള കാരണം തീർച്ചയായും നിങ്ങൾ സെൽഫ് ഡിസിപ്ലിനെ കുറിച്ച് പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടാണ്. യു ആർ നോട്ട് ട്രെയിൻ ഇനഫ് ഇൻ സെൽഫ് ഡിസിപ്ലിൻ. നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയി ഇരിക്കാനായിട്ട്, നിങ്ങളെ ലിമിറ്റ്സിനെ, നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീവ്സിനെ മറികടക്കാനായിട്ട് ഭയമായതുകൊണ്ടാണ് നിങ്ങളൊരു സ്വയം പരാജയമായി തീരുന്നത്. സോ സ്റ്റോപ്പ് ഇറ്റ്. ഈ മൊമെന്റിൽ തന്നെ ഈ ചിന്തകൾ, ഈ വിചാരങ്ങളെല്ലാം നിർത്തി നിങ്ങളുടെ പരാജയങ്ങളിൽ പലതും നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്ന് മനസ്സിലാക്കുക. ഡിസിപ്ലിൻ ഈസ് ചൂസിങ് ബിറ്റ്വീൻ വാട്ട് യു വാണ്ട് നൗ ആൻഡ് വാട്ട് യു വാണ്ട് മോസ്റ്റ്. റിമെമ്പർ, ഓൾ സക്സസ് സ്റ്റാർട്ട് വിത്ത് സെൽഫ് ഡിസിപ്ലിൻ. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജോബ് പ്രൊമോഷൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ബോഡി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻ ആയിട്ടിരിക്കണം. സെൽഫ് ഡിസിപ്ലിൻ ഈസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഗോൾ ആൻഡ് അക്കംപ്ലിഷ്മെന്റ്. ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കും. എന്നാൽ അത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ, ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നുണ്ടെങ്കിൽ സെൽഫ് ഡിസിപ്ലിനോട് കൂടിയേ തീരൂ. പലരും സെൽഫ് ഡിസിപ്ലിനെ കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. സെൽഫ് ഡിസിപ്ലിൻ എന്നാൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത, സ്വയം ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ ഫോഴ്സ് ചെയ്യുന്നതല്ല. നമ്മൾ ഓരോരുത്തർക്കും ഒരു ലോങ് ടൈം ഗോൾസ് ഉണ്ടാകുമല്ലോ. അവയെല്ലാം നേടാനായിട്ട്, നമ്മുടെ ഗോൾസിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ, തീരുമാനങ്ങൾ, ഹാബിറ്റ്സ്, ഇതെല്ലാം ചൂസ് ചെയ്യുക എന്നുള്ളതാണ് സെൽഫ് ഡിസിപ്ലിൻ. ചിലപ്പോൾ ഹാർഡാവും, പല പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അപ്പോഴെല്ലാം നമ്മുടെ ഡിസിഷൻസിനെ പുറകെ പിടിക്കുക എന്നുള്ളതാണ് സെൽഫ് ഡിസിപ്ലിൻ. തിങ്കേഴ്സിനെ അച്ചീവേഴ്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നതും തിങ്കേഴ്സിനെ വാരിയസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം സെൽഫ് ഡിസിപ്ലിൻ ആണ്. സെൽഫ് ഡിസിപ്ലിൻ കേവലം ഒരു വാക്ക് മാത്രമല്ല, അതൊരു മൈൻഡ് സെറ്റാണ്, ജീവിത രീതിയാണ്, കമ്മിറ്റ്മെന്റ് ആണ്. സെൽഫ് ഡിസിപ്ലിൻ വെറുതെ ഒരു കോൺസെപ്റ്റ് മാത്രമല്ല, വെറും ഇരുണ്ട രാത്രികളിൽ അതൊരു പ്രകാശം പോലെയാണ്. സംശയത്തിന്റെ കടൽ പോലും നമ്മുടെ മുമ്പിൽ തിരയടിക്കുമ്പോൾ, നമ്മുടെ മുമ്പിൽ കടൽ പോലും പിളർക്കാൻ സഹായിക്കുന്നത് നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ ആണ്. എനിക്ക് കഴിയില്ല എന്ന് നമ്മുടെ ഉള്ളിൽ ഓരോ അണുവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എനിക്കതിന് കഴിയും, എനിക്കത് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് മന്ത്രിക്കുന്ന ഒരു സാധനമില്ലേ, അതാണ് സെൽഫ് ഡിസിപ്ലിൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നത് എനിക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ടാലന്റ് ഉള്ളത് കൊണ്ടോ ഭാഗ്യം കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് സ്വപ്നം കാണാനുള്ള, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റാനുള്ള, ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്ന അഡ്വേഴ്സിറ്റീസ് എല്ലാം തന്നെ ഒപ്പോസനസ് ആക്കി മാറ്റാനും, നിരാശയും മടുപ്പും തോന്നുമ്പോഴും അവയെല്ലാം നേരിടാനുള്ള സെൽഫ് ഡിസിപ്ലിൻ എന്ന പവർ ഞാൻ നേടിയെടുത്തുകൊണ്ടാണ്. സെൽഫ് ഡിസിപ്ലിൻ്റെ പാത അത്ര എളുപ്പമല്ല. അതിൻ്റെ ഓരോ ചവിട്ടുപടികളും ഒരുപാട് ഡൗട്ട്സ് ഫേസ് ചെയ്യേണ്ടി വരും. ഓരോ തവണയും പെയിനുകൾ സഹിക്കേണ്ടി വരും. ഓരോ തവണയും സ്വയം ഒരു പോരാട്ടത്തിലാണെന്ന് തോന്നും. ഇത്ര കാര്യങ്ങൾ കൊണ്ടെല്ലാം നിങ്ങളെല്ലാം ടയേർഡ് ആവുകയും ഒരു അടി വെക്കേണ്ടത് ഒരു മല കയറാൻ പോകുന്ന ദിവസങ്ങൾ നിങ്ങൾ കാണേണ്ടി വരും. ബട്ട് ഡോണ്ട് സ്റ്റോപ്പ്. എന്നാലും ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള, ഡാർക്കസ്റ്റ് ആയിട്ടുള്ള നിമിഷങ്ങളിലാണ് സെൽഫ് ഡിസിപ്ലിൻ്റെ ഏറ്റവും വലിയ വെളിച്ചം പ്രകാശിക്കുന്നത്. ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് വെക്കാനും, ഒരു ചലഞ്ച് കൂടി നേരിടാനും, നമ്മുടെ ഉള്ളിലെ ഓരോ അണുവും ഉപേക്ഷിക്കാൻ നിലവിളിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് തന്നെ കുതിക്കാനും അതാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. ഒന്ന് ചിന്തിക്കാം, ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയ സമയം നിങ്ങൾ ഓർക്കുക. ഐ എം ഷുവർ ആ നിമിഷങ്ങളെല്ലാം തന്നെ സെൽഫ് ഡിസിപ്ലിന് ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടാവും. ചലഞ്ചസ് ധൈര്യത്തോടെ നേരിടാനും അത് തിരിച്ച് ചലഞ്ച് ചെയ്യാനുള്ള ഒരു ധൈര്യം അതിൽ നിന്ന് വന്നിട്ടുണ്ടാവും. നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആക്കാനും, നിങ്ങളെ കൂടുതൽ പ്രാർത്ഥന ആക്കാനും കഴിഞ്ഞുള്ളത് ഈ സെൽഫ് ഡിസിപ്ലിനാണ്. സോ മൈ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, സെൽഫ് ഡിസിപ്ലിൻ ഒരു ബാഡനായിട്ടല്ല, ഒരു ഗിഫ്റ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് നോക്കൂ, ഒരു പ്രസന്റ് ആയിട്ട് വെൽക്കം ചെയ്ത് നോക്കൂ. ഡെഫിനറ്റ്ലി യു ക്യാൻ ഫീൽ ഡിഫറെൻറ്റ്. നിങ്ങളെ പിടിച്ചുയർത്തുന്ന കൈയായിട്ട്, നിങ്ങളുടെ ഡ്രീംസിലേക്കുള്ള വാതിലുകൾ തുറക്കാനുള്ള താക്കോലായിട്ട്, കൊടുങ്കാറ്റിൽ നയിക്കുന്ന കോമ്പസ് ആയിട്ട് സെൽഫ് ഡിസിപ്ലിന് മാറാൻ സാധിക്കും. സെൽഫ് ഡിസിപ്ലിൻ ബിഗിൻസ് വിത്ത് യു ദ മാസ്റ്റർ യുവർ തോട്ട്സ്. If you don't control what you think, you can't control what you do. So conquer your thoughts. ഇപ്പോൾ ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് തീരുമാനിക്കാം, ഐ ആം വെൽ ഡിസിപ്ലിൻഡ് പേഴ്സൺ എന്നിട്ട് അങ്ങനെ തുടങ്ങാം. അല്ലാതെ നിങ്ങൾ ആ ഒരു പുഷ്യനായിട്ടൊന്നും വരില്ല. നിങ്ങളുടെ സമയം, വിജയം, തീരുമാനങ്ങൾ എല്ലാം നിങ്ങളുടെ മാത്രം കൈകളിലാണ്. Be disciplined enough to conquer your goals. Be brave enough to move forward.